ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്ര പോകാൻ പോവാണ്. ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാ? സ്ഥലം പറഞ്ഞു. സ്കെഗ്നസ് എന്ന് പറഞ്ഞ ബീച്ചിലോട്ടാണ് പോകുന്നത്. ബീച്ചിലും അതുപോലെ തന്നെ അവിടെയുള്ള കുറച്ച് ആക്ടിവിറ്റീസും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. ചിലപ്പോൾ ഇത് 1-2 എപ്പിസോഡായിരിക്കും നമ്മൾ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഒരു പക്ഷേ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് അങ്ങോട്ടുള്ള കാഴ്ചകളും അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളും നമുക്ക് കാണാം. അപ്പോൾ റെഡി. നമ്മൾ യാത്ര പോകുന്നത് സ്കെഗ്നസിലേക്കാണ്. സ്കെഗ്നസിലേക്ക് പോകുന്ന വഴി നമുക്ക് 3 റൂട്ടാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് തിരഞ്ഞെടുത്തിരിക്കുന്നത് കൺട്രി സൈഡിൽ കൂടെയുള്ള റൂട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് കുറച്ചും കൂടെ റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു റൂട്ടെന്ന് പറയുന്നത് അതാണെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന കൺട്രി സൈഡ് റൂട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഫുള്ള് ഗ്രീനിഷ് ആയിട്ടും അതുപോലെ തന്നെ നല്ല വൈബുള്ള ഒരു റൂട്ട് തന്നെയായിരുന്നു. പോകുന്ന വഴിയിൽ ഫുള്ള് ഫാമുകളും അതുപോലെ തന്നെ നെൽപ്പാടം പോലെ പാടങ്ങളും പൊട്ടറ്റോസും അതുപോലെയുള്ള ഒരുപാട് കൃഷികൾ ചെയ്തിരിക്കുന്ന പാടങ്ങൾ കാണാൻ കഴിഞ്ഞു. ആ പാടത്തിൻ്റെയൊക്കെ നടുക്കൂടെയാണ് നമ്മൾ പോകുന്നത്. ശരിക്കും നമ്മുടെ നാട്ടിലെത്തിയൊരു പ്രതീതി തന്നെയായിരുന്നു ഈ ഒരു യാത്ര എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 3 വണ്ടിക്കാണ് പോയത്. അപ്പോൾ 3 വണ്ടിയും 1 by 1 ആയിട്ട് പുറകിലാണ് നമ്മൾ പോയത്. പോകുന്ന വഴി അതിമനോഹരമായിരുന്നു. നല്ല വളവും തിരിവുള്ള റൂട്ടുകളും അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കുറേ അധികം റൂട്ടുകൾ നമുക്ക് കിട്ടി. എന്താണെങ്കിലും വളരെ എൻജോയ് ചെയ്താണ് നമ്മൾ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം. അതുപോലെ തന്നെ അതിന് ഇടയ്ക്ക് നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെയുള്ള യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ സ്കെഗ്നസിലോട്ടുള്ള യാത്രയുടെ ഒരു ഏകദേശം 1 hour കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു സർവീസ് സ്റ്റേഷനിൽ കയറുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പുറകിൽ നിന്ന് ഫോട്ടോ എടുക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയാണ്. ഒരു 1 hour നമുക്കിവിടെ നിൽക്കാൻ പറ്റും ഫ്രീ ആയിട്ട്. അപ്പോൾ ആ ഒരു 1 hour നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അതിനിടയ്ക്ക് നമ്മൾ ചെറുതായിട്ട് കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടിയെ കയറി ഇനി അടുത്തൊരു 1 hour ജേർണിയും കൂടെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി പോവാണ് കേട്ടോ. ഇനി അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. അപ്പം നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കുറേ റൈഡ്സും ഒക്കെ ഉണ്ട്. നമ്മുടെ ജെയിൻബിയിലുണ്ട്. പിന്നെ അങ്ങനെ ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ ഗെയിംസും അങ്ങനെയൊക്കെ ഉണ്ട്. വാട്ടർ ഗെയിംസും ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് മാറുമ്പോൾ ഈ ഒരു ഏരിയ ഫുള്ള് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുള്ള് പിള്ളേർക്ക് കളിക്കാനുള്ള ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വരുന്നവർക്കാണെങ്കിൽ പിള്ളേരെ കൊണ്ട് വന്നാൽ അവർക്കൊരു ഉച്ച വരെയെങ്കിലും നമുക്ക് ഇതിനകത്ത് തന്നെ ഈ ഗെയിംസിനകത്ത് തന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബീച്ച്. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് ബീച്ചിലോട്ട് ഇറങ്ങാൻ പറ്റും. പിന്നെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അത്യാവശ്യം കാണാനായിട്ട് നല്ല ഭംഗിയിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ വരുന്നവർക്കാണെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ പാർക്ക് ചെയ്യുന്ന സമയത്ത് 2 രീതിയിൽ പേയ്മെൻറ്റും ചെയ്യാൻ പറ്റും. 1 മണിക്കൂറിന് 1 pound ഇവിടെ ചാർജ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ വേണ്ടവർക്ക് നമുക്ക് ഓൺലൈനിലും പേയ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഓഫ്ലൈനിൽ അവിടെ മെഷീനുണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കൂടെ വന്നവരാണ് നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നവർ. അപ്പോൾ അവരെല്ലാവരും ഫോട്ടോ എടുക്കാനും പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഉടനെ അവരുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് ഗെയിംസ് പിള്ളേർ കളിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റ് ഫെസിലിറ്റീസൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ കയറി ഇങ്ങോട്ട് വരുമ്പോഴത്തെ ആദ്യമത്തെ ഒരു സെൻറ്റർ ഏരിയ ആണിത് കേട്ടോ. ഇവിടെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ ചുറ്റുപാട് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആണ് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലെ പിള്ളേരെ ഓരോ സ്ഥലത്തും കൊണ്ടുപോയി കളിപ്പിക്കാം. ഇവരെല്ലാവരും നമ്മുടെ കൂട്ടത്തിൽ വന്നവരാണ് കേട്ടോ. നമ്മൾ 3 വണ്ടിയിലായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും വണ്ടി പാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഗെയിംസിൻ്റെ ഏരിയയിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഫുട്ബോളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ ബീച്ചിൻ്റെ അതുപോലെ തന്നെ ഈ ഷോപ്പിംഗ് ഏരിയയുടെ സെൻറ്ററിലായിട്ട് എത്തി കേട്ടോ. ഈ വഴി നേരെ ഇറങ്ങി ചെല്ലുന്ന ബീച്ചിലോട്ടാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഏരിയ ഷോപ്പിംഗ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കയറി ഐസ്ക്രീം പാർലർ അതുപോലെയുള്ള എല്ലാ സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതുണ്ടോ പിള്ളേർക്ക് കളിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ, ബോളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൂളിംഗ് ഗ്ലാസ്, അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഉള്ള കടകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബീച്ച് വരുമ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാം ഇവിടുന്ന് മേടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുവരാം.
അപ്പോൾ ഞങ്ങൾ ഏതായാലും 2 കൂളിംഗ് ഗ്ലാസ് ഒക്കെ മേടിക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ നമ്മുടെ കൂളിംഗ് ഗ്ലാസ് പർച്ചേസിങ് കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ വണ്ടിയിൽ 2 കൂളിംഗ് ഗ്ലാസ് വെച്ചിരുന്നു, പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ വന്ന വഴി വിടുന്ന വേറെ 2 കൂളിംഗ് ഗ്ലാസ് മേടിച്ചു. കൂളിംഗ് ഗ്ലാസ്സിനൊക്കെ ഇച്ചിരി റേറ്റ് കൂടുതലുണ്ട്. ഒരെണ്ണത്തിന് 6 പൗണ്ടാണ്. അപ്പോൾ 12 പൗണ്ട് കൊടുത്ത് നമ്മൾ 2 കൂളിംഗ് ഗ്ലാസ് ഒക്കെ മേടിച്ചു. ഇപ്പോൾ നമ്മൾ വീണ്ടും ബീച്ചിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യേണ്ടത്. ആദ്യമേ ഇവിടെ ഗെയിംസിന് പോകണോ അല്ലെങ്കിൽ ബീച്ചിൽ ഇറങ്ങണോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഉടനെ ഞങ്ങൾ തീരുമാനിച്ചിട്ട് നേരെ ബീച്ചിലേക്ക് പോകുന്നതായിരിക്കും. അപ്പം നമ്മൾ സ്കെഗ്നസിലെ ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീച്ചിൽ വന്നിട്ട് നമ്മൾ നേരെ വെള്ളത്തിൽ ചാടാനായിട്ട് പോവാണ് കേട്ടോ. നമ്മുടെ പിള്ളേരെല്ലാം റെഡി ആയിട്ടുണ്ട്. അവരുടെ കൂടെ പകുതി പേര് വെള്ളത്തിൽ ചാടാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ നേരെ വെള്ളത്തിൽ ചാടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇനി ആ വീഡിയോസ് ആയിരിക്കും ഇനി കാണാൻ പോകുന്നത്. ഈ സ്കെഗ്നസ് എന്ന് പറയുന്ന ബീച്ച് ഒരു സാൻഡ് ബീച്ചാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളം എപ്പോഴും കലങ്ങി മറിഞ്ഞാണ് നമ്മുടെ ബീച്ച് സൈഡിൽ കിടക്കുന്നത്. എന്നാലും നമ്മൾ ഒട്ടും സമയം കളയാതെ വന്ന സമയത്ത് തന്നെ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി. ഏകദേശം ഒരു 11-11:30 ആയിട്ടുണ്ട് സമയം. ഈ സമയത്ത് തന്നെ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി കളി തുടങ്ങി കേട്ടോ. കുറച്ചു നേരം വെള്ളത്തിൽ ചാടിയതിന് ശേഷം നമ്മൾ ഫുട്ബോൾ കളി, അതുപോലെ കുറച്ചു നേരം നമ്മൾ പിന്നെ റെസ്റ്റ് എടുത്തു. വീണ്ടും നമ്മൾ ഫുട്ബോൾ കളിച്ചു. അതിനുശേഷം വീണ്ടും വെള്ളത്തിലൊക്കെ ഇറങ്ങി നമ്മൾ കുറച്ച് നേരം എൻജോയ് ചെയ്തു. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതെന്ന് പറയുന്നത് കാറ്റാടിയാണ് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിൽ കുന്നിൻ്റെ മുകളിലും ഒക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി കാറ്റാടി മരങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇത് സ്ഥാപിച്ചിരിക്കുന്നത് കടലിൻ്റെ നടുക്ക് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഏരിയ നോക്കി ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. എന്നിരുന്നാലും അതൊരു വെറൈറ്റി അനുഭവമായിരുന്നു. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് വെള്ളത്തിന് നടുക്ക് ഇതുപോലെ കാറ്റാടി മരങ്ങൾ പിടിപ്പിച്ചിരിക്കുന്നത് കാണുന്നത്. പിന്നെ വന്നപ്പോൾ മുതൽ നമ്മൾ കുറേ സമയം ഒരു 2-3 മണിക്കൂറോളം നമ്മൾ വെള്ളത്തിൽ തന്നെ സ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ വെള്ളത്തിലിറങ്ങി, കുറച്ച് പേര് വെള്ളത്തിലിറങ്ങിയില്ല. അവരൊക്കെയാണ് മേളിൽ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമ്മളെന്താണെങ്കിലും വെള്ളത്തിലിറങ്ങി ആവശ്യം പോലെ നമ്മൾ എൻജോയ് ചെയ്തു കേട്ടോ. എന്താണെങ്കിലും വെള്ളത്തിൽ ഇറങ്ങിയത് കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ടയേർഡായി. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഇവിടെ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി നമ്മുടെ കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ നമ്മുടെ സ്കെഗ്നസ് ബീച്ചിൽ നിന്ന് വിട പറയുകയാണ്. ഇന്നത്തെ ഇവിടുത്തെ ബീച്ചിലെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാനായിട്ട് വണ്ടിയുടെ അടുത്തോട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ രാവിലെ വന്നപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൈഡിലൊക്കെ ഒന്ന് കയറി ആ വീഡിയോസ് എല്ലാം നമ്മൾ ഒന്നുകിൽ ഇതിനകത്ത് അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുകയാണെങ്കിൽ രണ്ടാമതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലത്തേക്കിന് ബൈ. നമ്മൾ ബീച്ചിലെ എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു റൈഡുകൾ മാത്രമുള്ളൊരു ഏരിയയിലേക്കാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ആദ്യമേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു വേറൊരു സൈഡ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ പോയിട്ട് കൊണ്ടുവന്നിരുന്ന കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചു. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു റൈഡുകളുള്ള ഏരിയയിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ പിള്ളേർക്കാണെങ്കിലും അതുപോലെ തന്നെ വലിയവർക്കാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, ഒരുപാട് റൈഡുകളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന ഏത് പ്രായത്തിലുള്ളവർക്കാണെങ്കിലും ബോറടിക്കാതെ തന്നെ നമുക്ക് ഫുൾ ടൈം അവിടെ എൻജോയ് ചെയ്യാനായിട്ടുള്ളൊരു അവസരമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹാഫ് ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ദിവസം ഫുള്ള് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള എല്ലാ പരിപാടികളും അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രസമായിട്ട് തന്നെ അതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റി. ഇപ്പം നമ്മൾ ഇരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ജയൻറ്റ് വീലിലാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള ഒരു കടലിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. കടലിപ്പോൾ കുറച്ച് ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഈ കൂടുതൽ ദൂരം നമുക്ക് ബീച്ച് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള മെയിൻ റൈഡുകളിൽ ഒന്നെന്ന് വേണമെങ്കിൽ പറയാം. ഇതിലൊക്കെ ഒരുപാട് പേര് കയറി എൻജോയ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിൽ കയറാൻ പറ്റിയില്ല. കാരണം ആദ്യമേ തന്നെ വേറെ റൈഡിൽ കയറി നമ്മൾ കുറച്ച്
ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ ആ റൈഡിൽ നമുക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ. എന്താണെങ്കിലും വരുന്ന എല്ലാവർക്കും തന്നെ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഗ്രാം തന്നെയാണ് ഈ ഒരു സ്കെഗ്നെസ് ബീച്ചിൽ അവർ ഒരുക്കിയിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും പോയി ഈ ഒരു സമ്മർ അടിച്ചു പൊളിക്കാനായിട്ട് പറ്റിയ എല്ലാ ഒരു സംഭവങ്ങൾ അവിടെ ഉണ്ട്. നിങ്ങളെല്ലാവരും അപ്പോൾ സമയം കളയാൻ നേരെ സ്കെഗ്നെസിലേക്ക് വിട്ടു. നമുക്ക് അവിടെ പോയി എൻജോയ് ചെയ്യാം. അപ്പോൾ ഒരടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.